നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആന്ത്രക്കരിപ്പൂർ. വിശ്വാസത്തിന്റെ മണ്ണിൽ വിശ്വസ്തയുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്, നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. വിലക്കുറവിന്റെ, ഗുണമേന്മയുടെ, വിശ്വാസതയുടെ ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, പയ്യന്നൂർ, കാസർഗോഡ്, ചെറുവത്തൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പഴയങ്ങാടി. ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, പള്ളിക്കുന്ന്, കണ്ണൂർ. 7th മൈൽ ജംഗ്ഷൻ, തളിപ്പുറം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. വിളംബരത്തിലൊതുങ്ങാത്ത വിശ്വസ്തത. ഡ്രീംസ് സാനിറ്ററി വേഴ്സ്, ഡോർസ് ആൻഡ് ലോക്സ്, കുട്ടുകൻ കോംപ്ലക്സ്, നാഷണൽ ഹൈവേ, തളിപ്പറമ്പ. നമസ്കാരം. പ്രധാന വാർത്തകൾ. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനം കൊഴുമലിൽ സമാപിച്ചു. സമാപനം കുറിച്ച് പെരളം കേന്ദ്രീകരിച്ച് നടന്ന ചുവപ്പ് വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു. പയ്യന്നൂരിൽ CPIMനെ നയിക്കാൻ വീണ്ടും TI മധുസൂദനൻ. CPIM മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കുഞ്ഞിമംഗലത്ത് കൊടിമര ജാഥകളും ദീപശിഖ പ്രയാണവും. കർണാടക വനാതിർത്തിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന അഭ്യൂഹം. സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് പുളിങ്ങോ മേഖലയിൽ കർണാടക പ്രത്യേക സായുധ പോലീസ് സേന തിരച്ചിൽ നടത്തി. സദേൺ നേവൽ കമാൻഡിന്റെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഏഴിമല യൂണിറ്റ് DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ കണ്ണപുരം സ്വദേശി യാസിറിന്റെ മൃതദേഹം കണ്ടുകിട്ടി. ബുധനാഴ്ച രാവിലെയോടെ മൃതദേഹം മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു. സൗണ്ട് ആൻഡ് ഡെക്കറേഷൻ യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാലിക്കടവിൽ നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ സപ്ലൈകോയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും. വാർത്തകൾ വിശദമായി. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനം കൊഴുമലിൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് കേരളം കേന്ദ്രീകരിച്ച് നടന്ന ചുവപ്പ് വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് അണിനിരന്നത്. പയ്യന്നൂരിൽ CPIMനെ നയിക്കാൻ TI മധുസൂദനൻ. കരിവള്ളൂർ കൊഴുമലിൽ CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ഏരിയ സമ്മേളനത്തിന്റെ സമാപനം കുറിച്ച് പെരളം അമ്പലമൈതാനി കേന്ദ്രീകരിച്ച് നടന്ന ചുവപ്പ് വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും പാർട്ടിയുടെ കരുത്തും കെട്ടുറപ്പും ജനസമ്മതിയും വിളിച്ചോതി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് അണിനിരന്നത്. ആറ് മണിയോടെ പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന കൂറ്റൻ പ്രകടനത്തിന്റെ ആദ്യ നിരയിൽ സംഘാടക സമിതി ഭാരവാഹികളും പുതിയ ഏരിയ കമ്മിറ്റി ഭാരവാഹികളും അണിനിരന്നു. തൊട്ടുപിറകെ കരിവള്ളൂരിന്റെ ചുവപ്പൻ ചരിത്രത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച ചുവപ്പ് സേനയുടെ കൂറ്റൻ നിര. മുന്നിൽ മുഴങ്ങിയ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയിൽ ചുവപ്പ് വളണ്ടിയർമാർ കാണികളിൽ ആവേശം നിറച്ച് പെരളം UP സ്കൂൾ മൈതാനിയിലെ പൊതുസമ്മേളന നഗരിയായ ടി ഗോവിന്ദൻ നഗറിലേക്ക് മാർച്ച് ചെയ്തു. തൊട്ടുപിറകിലായി പാർട്ടി പ്രവർത്തകരും അംഗങ്ങളും അനുഭാവികളുമായി ആയിരങ്ങൾ.
പെരളം ഗ്രാമത്തെ ഒന്നാകെ ആവേശം കൊള്ളിച്ചു CPM പയ്യന്നൂർ ഏരിയ സമ്മേളന സമാപനം കുറിച്ച് സംഘടിപ്പിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും. CPM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് പെരളം സ്കൂൾ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കെട്ടുറപ്പുള്ള ബഹുജന അടിത്തറയാണ് CPMന്റെ കരുത്തെന്ന് PK ശ്രീമതി ടീച്ചർ. ഇന്ത്യൻ പാർലമെന്റിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മിണ്ടാണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇപ്പോ പ്രതിപക്ഷത്ത് ഒരു മൂലക്കിരിക്കുന്ന സന്ദർഭത്തിൽ അപ്പുറത്ത് നിന്ന് വിഷം വമിക്കുന്ന വാക്കുകളും പ്രസംഗങ്ങളും പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുമ്പോ എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ അമരക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധിയോ അതല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയായിട്ട് കൊട്ടിഘോഷിച്ച് തെരഞ്ഞെടുപ്പിൽ കൊണ്ടു നടന്ന രാഹുൽ ഗാന്ധിയോ ഈ കഴിഞ്ഞ 2 സമ്മേളനത്തിലും ഒരു വാക്ക് എഴുന്നേറ്റ് നിന്നിട്ട് എന്ന് ഉച്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് പേരിൽ BJP ആണെങ്കിലും നിയന്ത്രണം മുഴുവൻ RSSന്റെ കൈകളിലാണെന്ന് ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. ഇന്ന് പാർലമെന്റിൽ ഭൂരിഭാഗവും സന്യാസിമാരും ധനാഢ്യന്മാരും മാത്രമാണ്. സാധാരണക്കാരന് ഒരു 10 രൂപയുടെ ആവശ്യം വന്നാൽ അതിനുപോലും നരേന്ദ്രമോദിയുടെ ഉത്തരവ് വേണം എന്ന സ്ഥിതിയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ഈ ഫാസിസ്റ്റ് രീതി എന്നത് വേദനാജനകമാണ്. സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീമതി ടീച്ചർ കൂട്ടിച്ചേർത്തു. ശക്തമായ ഒരു പ്രതിപക്ഷമില്ലാത്തതാണ് ഇന്നത്തെ കേന്ദ്രഭരണത്തെ താറുമാറാക്കുന്നത്. രാജ്യം ഈ ദുസ്ഥിതി നേരിടുന്നതിന് പ്രധാന കാരണം കോൺഗ്രസ് ആണെന്നും കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതും ഇന്ന് പ്രതികരിക്കാത്ത പ്രതിപക്ഷമായി കോൺഗ്രസ് ഇരിക്കുന്നതുമാണ് ഈ ദുസ്ഥിതിക്ക് പ്രധാന കാരണമെന്നും ടീച്ചർ കുറ്റപ്പെടുത്തി. വീണ്ടും ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട TI മധുസൂദനൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി P ജയരാജൻ, GD നായർ, M രാഘവൻ, VV സരോജിനി, അഡ്വക്കേറ്റ് P സന്തോഷ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു. കുഴുമലിനെ ചുവപ്പണിച്ച വളണ്ടിയർ മാർച്ചിന് ശേഷം സ്വാഗതഗാനത്തോടെയാണ് പെരളം UP സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ T ഗോവിന്ദൻ നഗറിൽ സമാപന പൊതുസമ്മേളനം ആരംഭിച്ചത്. CPIM മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കുഞ്ഞിമംഗലത്ത് കൊടിമര ജാഥകളും ദീപശിഖ പ്രയാണവും. അണികളിൽ ആവേശം നിറച്ചെത്തിയ ദീപശിഖ കൊടിമര പതാക ജാഥകളെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ആവേശപൂർവ്വം തെക്കുംപാട്ടെ സമ്മേളന നഗരിയിലേക്ക് വരവേറ്റു. ഡിസംബർ 11, 12 തീയതികളിലായി കുഞ്ഞിമംഗലം തെക്കുംപാട്ട് നടക്കുന്ന CPM മാടായി ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി നാടുണർത്തി കൊടിമര പതാക ജാഥകളും ദീപശിഖ പ്രയാണവും സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു. ശ്രീസ്തയിൽ നിന്നാണ് സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമരം എത്തിച്ചത്. ശ്രീസ്തയിലെ PV അപ്പക്കുട്ടി സ്മൃതി മണ്ഡപത്തിൽ നിന്നും P കുഞ്ഞിക്കണ്ണൻ കൊടിമരം ജാഥ ക്യാപ്റ്റനായ IB ശിവരാമന് കൈമാറി. കുളപ്പുറം പയ്യരട്ട സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പതാക ജാഥ പ്രയാണം ആരംഭിച്ചത്. മാടായി ഏരിയ കമ്മിറ്റി അംഗമായ CM വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു പതാക ജാഥ. TV പത്മനാഭൻ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ ക്യാപ്റ്റന് കൈമാറി. കുഞ്ഞിമംഗലം ചിരുകണ്ഠൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. ദീപശിഖ VT അമ്പു കൈമാറി. 100 കണക്കിന് ബൈക്കുകളുടെ അകമ്പടിയിൽ അത്ലറ്റുകൾ ദീപശിഖയും പതാകയും ഏന്തി നാടുണർത്തി സമ്മേളന നഗരിയിലേക്ക് നീങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ കൊടിമര പതാക ജാഥകളും ദീപശിഖ പ്രയാണവും 6 മണിയോടെ കുഞ്ഞിമംഗലം ആണ്ടാങ്കോവിലിൽ സംഗമിച്ച് ഒന്നായാണ് തെക്കുംപാട് റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളന നഗരിയായ P ഭരതൻ നഗറിലെത്തിച്ചേർന്നത്. സമ്മേളന നഗരിയിലേക്ക് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് മുദ്രാവാക്യം വിളികളുടെ ആരവത്തോടെ കൊടിമര പതാക ദീപശിഖ ജാഥകളെ വരവേറ്റു. പാർട്ടിയിലെ മുതിർന്ന അംഗം CV ദാമോദരൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. വ്യാഴാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന നന്ദലാല ഓഡിറ്റോറിയത്തിലെ PV അപ്പക്കുട്ടി നഗറിൽ മുതിർന്ന പാർട്ടി അംഗം TV ചന്തുകുട്ടി പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. മുന്നോട്ടേക്ക് കുതിക്കും ഞങ്ങളെ സംഗീത ചോരയാ തീർത്തൊരു ചെമ്പതാക വാനിലുയർത്തി മുന്നോട്ടേക്ക് കുതിക്കും ഞങ്ങൾ. കർണാടക വനാതിർത്തിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന അഭ്യൂഹം. സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് പുളിങ്ങോം മേഖലയിൽ കർണാടക പോലീസ് ചെക്ക് പോസ്റ്റിൽ പ്രത്യേക സായുധ പോലീസ് സേന ക്യാമ്പ് ചെയ്യുന്നു. വനാതിർത്തിയിൽ മാസങ്ങൾക്ക് മുൻപ് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു.
കർണാടക വനാതിർത്തിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് അഭ്യൂഹം. സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് പുളിങ്ങോം മേഖലയിൽ കർണാടക പോലീസ് ചെക്ക് പോസ്റ്റിൽ പ്രത്യേക സായുധ സേന ക്യാമ്പ് ചെയ്യുന്നു. കർണാടക വനാതിർത്തിയിൽ മാസങ്ങൾക്ക് മുമ്പ് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ഇവർക്കായി ഉൾക്കാട്ടിലും സമീപ ഗ്രാമങ്ങളിലും തണ്ടർബോൾട്ട് ഉൾപ്പെടെ പോലീസ് സേനകൾ സംയുക്തമായി ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിരുന്നു. പുതിയ സാഹചര്യത്തിൽ സംസ്ഥാനാതിർത്തിയിൽ മാവോയിസ്റ്റ് സംഘങ്ങൾ എത്താനിടയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. ഉൾക്കാടുകളിൽ സംഘം ഊർജിതമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. വിരാജ്പേട്ടയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പോലീസ്, ഫോറസ്റ്റ് വിഭാഗങ്ങളിലെ ഉന്നതോദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം നടന്നതായും റിപ്പോർട്ടുണ്ട്. ഏതായാലും മാസങ്ങൾക്കു ശേഷം പുളിങ്ങോം മേഖല വീണ്ടും മാവോയിസ്റ്റ് ഭീഷണിയിൽ അമർന്നിരിക്കുകയാണ്. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് കർണാടക പുളിങ്ങോം അതിർത്തിയിൽ കർണാടക റിസർവ് പോലീസ് സംഘം പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായി TI മധുസൂദനൻ തുടരും. പയ്യന്നൂരിൽ CPIMനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം ഇത് 3ാം തവണയാണ് TI മധുസൂദനൻ ഏറ്റെടുക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ ദൈക്ഷണികമായ ഉൾക്കാഴ്ചയുടെയും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെയും പാർട്ടിയെ നയിക്കാനുള്ള ചുമതലയാണ് TIയും പുതിയ ഏരിയ കമ്മിറ്റിയും ഏറ്റെടുത്തിരിക്കുന്നത്. സദേൺ നേവൽ കമാൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഏഴിമല യൂണിറ്റിന്റെ ഉദ്ഘാടനം രാമന്തളി മഹാത്മാ മന്ദിരത്തിൽ നടന്നു. DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് VV ശശീന്ദ്രൻ പയ്യന്നൂർ ഗേറ്റിൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സദേൺ നേവൽ കമാൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഏഴിമല യൂണിറ്റിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ നിർവഹിച്ചു. ഈ പ്രദേശത്ത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അതല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ സമ്മേളനത്തിൽ ധന്യവാക്കാൻ എത്തിയിരിക്കുന്ന ഡാനിയൽ ഉൾപ്പെടെയുള്ള കൊച്ചിയിൽ നിന്നെത്തിയിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരും സഹപ്രവർത്തകന്മാരുടെയും മനസ്സിൽ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വെച്ച് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാമന്തളി മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് VP ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. SNCO ജനറൽ സെക്രട്ടറി K. വിജയകുമാർ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് VV കൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV അബ്ദുൽ ഗഫൂർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ, രാമന്തളി പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK പ്രീത, ജോയിന്റ് സെക്രട്ടറി MJ വർഗീസ്, VV രാജേഷ്, മനോഹർ മദൻ, വർഗീസ്, ശശിധരൻ എന്നിവർ സംബന്ധിച്ചു. കടലിൽ കാണാതായ കണ്ണപുരം സ്വദേശി യാസറിന്റെ മൃതദേഹം കണ്ടെത്തി. ബുധനാഴ്ച രാവിലെയോടെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു യാസറിന്റെ ജഡം. കഴിഞ്ഞ ദിവസം മാട്ടൂലിൽ കടലിൽപ്പെട്ട് കാണാതായ യാസറിനു വേണ്ടി പോലീസും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയിരുന്നു. തിങ്കളാഴ്ചയോടെയാണ് യാസറിനെ കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സിദ്ദിഖാബാദ് ചാലിൽ കടപ്പുറത്തു നിന്നും യാസറിന്റെ ബൈക്കും വാച്ചും പേഴ്സും കണ്ടെത്തി. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഒരാൾ കടലിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന സമീപവാസിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടലിൽ തിരച്ചിൽ നടത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് ബുധനാഴ്ച രാവിലെയോടെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയാണ് മൃതദേഹം കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ സപ്ലൈകോയുടെ മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AIDWA സംസ്ഥാന കമ്മിറ്റി മെമ്പർ PK ശ്യാമൾ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 10,000 കോടി രൂപ പരസ്യത്തിന് ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട മോഡി ഗവൺമെന്റ് വിലക്കയറ്റം കുറച്ചില്ല എന്ന് മാത്രമല്ല UPA ഗവൺമെന്റിനേക്കാൾ ഒരുപടി കൂടി കടന്ന് വിലക്കയറ്റം വർദ്ധിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ വിലക്കയറ്റം തടയുമെന്ന മോദി സർക്കാരിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വിലക്കയറ്റം വർദ്ധിപ്പിക്കുന്ന നടപടിയുമായാണ് മോദി സർക്കാർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും UPA ഗവൺമെന്റും NDA ഗവൺമെന്റും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും AIDWA സംസ്ഥാന കമ്മിറ്റി മെമ്പർ PK ശ്യാമള ടീച്ചർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, പാചകവാതക വില കുറയ്ക്കുക, വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. P. ഇന്ദിര അധ്യക്ഷയായി. MV ശകുന്തള, P. പ്രഭാവതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സൗണ്ട് ആൻഡ് ഡെക്കറേഷൻ യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാലിക്കടവിൽ നടന്നു.
CITU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി.കെ. രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടകരമായ നാടിന്റെ സ്പന്ദനം നിലനിൽക്കുന്ന തൊഴിലാണ്. നാട്ടിൽ പെരുങ്കളിയാട്ടം വന്നാൽ അവിടെ നടക്കുന്ന എല്ലാ കലാപരിപാടികളും ഈ തൊഴിലാളികളില്ല. കിടക്കുന്ന മൈക്കോഫായ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടുന്ന തൊഴിൽ മേഖലയാണ് സൗണ്ട് ആൻഡ് ഡെക്കറേഷൻ തൊഴിലെന്നും വിശ്രമമില്ലാതെയും അപകടം പതിയിരിക്കുന്നതുമായ തൊഴിൽ ചെയ്യുന്ന ഈ മേഖലയിലെ തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ തലത്തിൽ നേടിയെടുക്കുന്നതിനുള്ള നടപടികൾ അധികൃതരിൽ നിന്നും ഉണ്ടാകണമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി.കെ. രാജൻ പറഞ്ഞു. പന്തൽ, ഡെക്കറേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രഥമ ജില്ലാ കൺവെൻഷനാണ് കാലിക്കടവിൽ നടന്നത്. SDWU ജില്ലാ പ്രസിഡന്റ് KV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. MV കണ്ണൻ കുഞ്ഞ്, TV ജയചന്ദ്രൻ, TV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരത്തിൽ സെപ്റ്റി ടാങ്ക് പൊട്ടി മലിനജലം റോഡിലേക്ക് പരന്നൊഴുകുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കാണ് പൊട്ടിയൊഴുകി പൊതുനിരത്തിൽ പരക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയതോടെ പയ്യന്നൂർ നഗരത്തിലെത്തുന്ന യാത്രക്കാർ മൂക്കുപൊത്തി വേണം ഇതുവഴി കടന്നുപോകാൻ. CITU ഓഫീസ് റോഡരികിലുള്ള ധനലക്ഷ്മി കോംപ്ലക്സിലെ കൂറ്റൻ സെപ്റ്റിക് ടാങ്കാണ് പൊട്ടിയത്. സ്ലാബിന് മുകളിൽ ഇന്റർലോക്ക് പതിപ്പിച്ച് അപകടകരമായ വിധമായിരുന്നു ടാങ്ക് സ്ഥാപിച്ചതെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. വലിയ കെട്ടിടത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ ചെറിയ അളവിലാണ് ടാങ്ക് സ്ഥാപിച്ചത്. പുതിയ കെട്ടിടമായിട്ടും ഇത്രയും വേഗത്തിൽ സെപ്റ്റിക് ടാങ്ക് തകരാറാകാൻ കാരണം ഇതാണെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രശ്നത്തിന് അടിയന്തര നടപടിയെടുക്കണമെന്ന് ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം അതിനെതിരെ കനത്ത നടപടിയെടുക്കുമെന്നും പ്രശ്നത്തിന് തക്കതായ പിഴ ചുമത്തുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ KP പത്മരാജൻ പറഞ്ഞു. പെരളം കല്ലഞ്ചിറ പാലത്തിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. നിയമസഭയിൽ C. കൃഷ്ണൻ MLAയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പെരളം കല്ലഞ്ചിറ പാലം നിർമ്മാണത്തിന് സാങ്കേതികാനുമതി ലഭിച്ചതായും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പാലത്തിന്റെ പണി ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി KC ജോസഫ് നിയമസഭയിൽ C. കൃഷ്ണൻ MLAയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മേജർ ജില്ലാ റോഡുകളിലൊന്നായ വെള്ളൂർ പാടിയൊട്ടിച്ചാൽ പുളിങ്ങോം റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ 35 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകണമെന്നും C. കൃഷ്ണൻ MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൂടാതെ പ്രസ്തുത റോഡിലെ വടവന്തൂർ പാലം നിർമ്മിക്കുന്നതിന്റെ മുന്നോടിയായി തയ്യാറാക്കിയ 3.5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റിഗേഷൻ എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകി ഫണ്ട് അനുവദിക്കണമെന്ന് പൊതുമരാമത്ത് ചീഫ് എഞ്ചിനീയറോടും MLA ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെ അടഞ്ഞുകിടക്കുന്ന ശാരദാ കൃഷ്ണയ്യ സ്മാരക പ്രസവ വാർഡ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടിയെടുത്തതായി മന്ത്രി VS ശിവകുമാർ. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന പ്രസവ വാർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് അന്തരിച്ച ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തന്റെ ഭാര്യയുടെ സ്മരണയ്ക്കായി 35 വർഷം മുൻപ് തൃക്കരിപ്പൂരിൽ നിർമ്മിച്ചു നൽകിയ പ്രസവ വാർഡ് ഉപകരണങ്ങൾ സംരക്ഷിക്കാതെയും പ്രസവ ശുശ്രൂഷ നൽകാതെയും അധികൃതരുടെ അനാസ്ഥ കാരണം നോക്കുകുത്തിയാവുകയായിരുന്നു. മാധ്യമവാർത്ത നേതാക്കൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രി ഉത്തരവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും കിട്ടിയ വിശദീകരണത്തെ തുടർന്നാണ് പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നതിനും ഗൈനക്കോളജിസ്റ്റ്, ശിശുരോഗ വിദഗ്ധർ തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് നടപടി സ്വീകരിച്ച വിവരം മന്ത്രി VS ശിവകുമാർ ബന്ധപ്പെട്ടവരെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പഴയങ്ങാടി മുട്ടുകണ്ടി നാഷണൽ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവയവദാന സമ്മതപത്രം കൈമാറി. നിരിച്ചൻ ബാലിൽ നിന്ന് 7ാം പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ അവയവദാന സമ്മതപത്രം ഏറ്റുവാങ്ങി. മുട്ടുകണ്ടി നാഷണൽ ബ്രദേഴ്സ് ക്ലബ്ബ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് അവയവദാന സമ്മതപത്രം കൈമാറിയത്. 4 തലമുറയിൽപ്പെട്ടവർ ഒരേ വേദിയിൽ വെച്ച് അവയവദാന സമ്മതപത്രം കൈമാറിയത് ഏറെ ശ്രദ്ധേയമായി. ക്ലബിന്റെ നേതൃത്വത്തിൽ 100 കുടുംബങ്ങളാണ് ആദ്യഘട്ടത്തിൽ സമ്മതപത്രം കൈമാറിയത്. പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളെയും അവയവദാന സേനയിൽ അംഗമാക്കാനുള്ള പ്രയത്നത്തിലാണ് ക്ലബ്ബ് പ്രവർത്തകർ. നിരീച്ചൻ ബാലകൃഷ്ണൻ, K. കുഞ്ഞമ്പു, ശ്രീരാമൻ കൊയ്യോൻ, K. ബാബുരാജ്, P. നാണു തുടങ്ങിയവർ സംബന്ധിച്ചു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും കലാപരിപാടിയും നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള സ്ത്രീ ശാക്തീകരണവും സ്വയം സഹായ സംഘങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഞായറാഴ്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സർള ഉദ്ഘാടനം ചെയ്യും. കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗം ബാധിച്ച് കഷ്ടത അനുഭവിക്കുന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി യദുനന്ദന്റെ ചികിത്സയ്ക്കായി കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജന്മനാൽ ഒരു ചെവിക്ക് കേൾവിശക്തി ഇല്ലാതിരുന്നതിനാൽ യദുനന്ദന് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ചെവി വെച്ചുപിടിപ്പിക്കുകയായിരുന്നു.
ശേഷവും തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് മംഗലാപുരത്തും തുടർന്ന് കോഴിക്കോട്ടും ചികിത്സ നടത്തി വരികയാണ്. കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രോഗം ബാധിച്ചിരിക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയയിലൂടെ ഭേദമാക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിർധനരായ ഇവർക്ക് ചികിത്സയ്ക്കാവശ്യമായ 8 ലക്ഷത്തിലധികം വരുന്ന തുക കണ്ടെത്താൻ കഴിയില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ചെയർമാനായും MP കരുണാകരൻ കൺവീനറുമായാണ് സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അവനൊരു കേൾവി ശരിയാക്കാൻ പറ്റൂ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭർത്താവില്ല, ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി, അനിയത്തിമാരാണുള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണുള്ളത്. അപ്പോൾ കാര്യമായ ജോലിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സഹായിക്കണം മാത്രം പറഞ്ഞു. വിദഗ്ധ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. SBI തൃക്കരിപ്പൂർ ശാഖ അക്കൗണ്ട് നമ്പർ 3445597551. ഡിസംബർ 12 മുതൽ കോഴിക്കോട് നടക്കുന്ന കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥ ഡിസംബർ 11 പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 12, 13 തീയതികളിലായാണ് 23ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ഡിസംബർ 11 പയ്യന്നൂരിൽ നിന്നും പുറപ്പെടും. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PP രാഘവൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ദീപശിഖ ജാഥയും പയ്യന്നൂരിൽ സംഗമിച്ച് സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോകും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PP കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മധുസൂദനൻ, ട്രഷറർ CK സുരേന്ദ്രൻ, സംസ്ഥാന കൗൺസിലർ KV മനോഹരൻ, പയ്യന്നൂർ യൂണിറ്റ് സെക്രട്ടറി KK സുനിൽകുമാർ, TA പീതാംബരൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇനി നാട്ടുപച്ച. നാട്ടുതൊടികളിൽ സർവ്വസാധാരണമായി കണ്ടുവന്നിരുന്ന ഔഷധ സസ്യമാണ് ചങ്ങലം പരണ്ട. ചതുരത്തണ്ടുകളുള്ള ഈ വള്ളിച്ചെടി പലവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകളിലെ പ്രധാന ചേരുവകളിലൊന്നാണ്. ചതുരത്തണ്ടുകളുള്ള ഒരു ചെടിയാണ് ചങ്ങലം പരണ്ട. ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള ശക്തിയുള്ളതുകൊണ്ട് അസ്ഥിശൃംഖല എന്ന പേരിലും ഈ സസ്യം അറിയപ്പെടുന്നു. തണ്ടുകളുടെ പർവ്വങ്ങളിൽ അവിടെയിവിടെയായി ഹൃദയാകൃതിയിലുള്ള ഇലകളോടുകൂടിയ ഈ ചെടിയുടെ ശാസ്ത്രനാമം വൈറ്റിയസ്ക്വാൻഡ്രോൺ ഗുലാരിസ് എന്നാണ്. കാൽസ്യം, ഓക്സലേറ്റ്, കരോട്ടിൻ, അസ്കോർബിക് അമ്ലം, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിൻ C തുടങ്ങിയവയാൽ സമ്പന്നമാണ് ചങ്ങലം പരണ്ട. ഒടിവ്, ചതവ് എന്നിവയ്ക്ക് പ്രധാന ഔഷധമായ ചങ്ങലം പരണ്ട അർസസ്, രക്തവാതം, കഫക്കെട്ട് തുടങ്ങിയ രോഗങ്ങൾക്കും പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു. വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു അസ്ഥി സംഹാരി തന്നെയാണ് ചങ്ങലം പരണ്ട. ഇംഗ്ലീഷ് അതിൽ ബോൺ സെറ്റർ എന്നും സംസ്കൃതത്തിൽ വജ്രവല്ലി എന്നും അറിയപ്പെടുന്ന പുരാണകാലങ്ങളിൽ മുതൽ ഉപയോഗിച്ചുകൊണ്ടുവരുന്ന ഒരു ഔഷധമാണ് ചങ്ങലം പരണ്ട. അസ്ഥികളുടെ തേയ്മാനത്തിനും അസ്ഥികൾ ബലപ്പെടുന്നതിനും ഒടിവെണ്ണ ഉണ്ടാക്കുന്നതിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ചങ്ങലം പരണ്ട ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ചില സ്ത്രീ രോഗങ്ങൾക്കും അസ്ഥികൾ ക്ഷയിക്കുന്നതിന് ചമ്പന്തി അങ്ങനെയുള്ള ചില നാട്ടുപ്രയോഗങ്ങളിലും ചങ്ങലം പരണ്ടയുടെ പ്രാധാന്യമുണ്ട്. ചെവിയിലെ വേദന, പഴുപ്പ് എന്നീ രോഗങ്ങൾക്കും പ്രതിവിധിയായി വൈദ്യശാസ്ത്രം അനുശാസിക്കുന്നു. പഴമക്കാർ ചങ്ങലം പരണ്ടിയുടെ ഇളം തണ്ട് ചേർത്ത ചമ്മന്തി ഉപയോഗിച്ചതായും പറയപ്പെടുന്നു. ഈ വർഷത്തെ സൂര്യ ട്രസ്റ്റ് പവിത്രഭൂമി സാഹിത്യ പുരസ്കാരം സന്തോഷ് കുമാർ ചെറുപുഴയ്ക്ക്. സന്തോഷിന്റെ സൂര്യായനം എന്ന കാവ്യസമാഹാരമാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഡിസംബർ 26 പ്രശസ്ത കഥാകാരൻ T പത്മനാഭൻ പുരസ്കാരദാനം നിർവഹിക്കും. പയ്യന്നൂരിലെ പ്രമുഖ വ്യാപാരിയും ചേംബർ ഓഫ് കൊമേഴ്സ് ഭരണസമിതി അംഗവുമായ ശിവപ്രസാദ് ഷേണായിയുടെ വീടും കാറും തകർത്ത സംഭവത്തെ ചേംബർ ഓഫ് കൊമേഴ്സ് അപലപിച്ചു. പ്രസിഡന്റ് KE വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MB തിലകൻ, MK ബഷീർ, ശ്രീകല, KV നന്ദിനി, P രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി അറിയിപ്പുകൾ. കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് പിലാത്തറ ശാഖയുടെ ജനറൽ ബോഡി യോഗവും മഹിളാ വിഭാഗം വാർഷിക യോഗവും സംയുക്തമായി ഡിസംബർ 13 ശനിയാഴ്ച രാവിലെ 9:30 ചെറുതാഴം മണ്ടൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള നോൺ ടീച്ചിംഗ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഡിസംബർ 12, 13 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും.
രാമതള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2015-16 വാർഷിക പദ്ധതി രൂപീകരണം, IPPE ലേബർ ബഡ്ജറ്റ് അംഗീകരിക്കൽ, 2013-14, 2014-15 വർഷത്തെ SC വിവാഹ ധനസഹായം ഗുണഭോക്താക്കളെ അംഗീകരിക്കൽ എന്നിവയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഗ്രാമസഭ 2014 ഡിസംബർ 13 മുതൽ 2015 ജനുവരി 11 വരെ നടത്തും. എടാട്ട് ശ്രീനാരായണ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷാകർതൃ സമിതിയുടെയും മാനേജ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിയാരൻ ഡെന്റൽ കോളേജിന്റെ സഹകരണത്തോടെ ഡിസംബർ 19 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ സൗജന്യ ദന്തപരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനം കൊഴുമലിൽ സമാപിച്ചു. സമാപനം കുറിച്ച് പെരളം കേന്ദ്രീകരിച്ച് നടന്ന ചുവപ്പ് വളണ്ടിയർ മാർച്ചിലും ബഹുജന പ്രകടനത്തിലും ആയിരങ്ങൾ അണിനിരന്നു. പയ്യന്നൂരിൽ CPM-നെ നയിക്കാൻ വീണ്ടും TI മധുസൂദനൻ. CPIM മാടായി ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കുഞ്ഞിമംഗലത്ത് കൊടിമര ജാഥകളും ദീപശിഖ പ്രയാണവും. കർണാടക വനാതിർത്തിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന അഭ്യൂഹം. സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് പുളിങ്ങോ മേഖലയിൽ കർണാടക പ്രത്യേക സായുധ പോലീസ് സേന തിരച്ചിൽ നടത്തി. സദേൺ നേവൽ കമാൻഡിന്റെ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഏഴിമല യൂണിറ്റ് DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ കണ്ണപുരം സ്വദേശി യാസിറിന്റെ മൃതദേഹം കണ്ടുകിട്ടി. ബുധനാഴ്ച രാവിലെയോടെ മൃതദേഹം മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു. സൗണ്ട് ആൻഡ് ഡെക്കറേഷൻ യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാലിക്കടവിൽ നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറ സപ്ലൈകോയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.